നിങ്ങളിത് കണ്ട ഞാൻ ഞെട്ടിത്തരിക്കും. ഞാൻ ഞെട്ടിത്തരിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അച്ഛൻ വെളിയിൽ അപ്പൊ ഭയങ്കര ലക്ഷോറിയസ് ആയിട്ടുള്ള ഒരു അടിപൊളി മോളാണ്. ഇന്നും കൂടെ ഉള്ളു ഫുഡ് ഫെസ്റ്റിവൽ. ഹലോ ആൻഡ് വെൽക്കം ടു ആര്യസ്കോപ്പ് ഫൈൻസ്. നമ്മൾ ആക്ച്വലി കറങ്ങാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു മോള് കാണാൻ പോകുന്നുണ്ട്, ഒരു വെന്തോ മോൾ എന്ന് പറഞ്ഞിട്ട്. ഈ മോൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ഇവിടുത്തെ സെറ്റപ്പ് ഒന്നുമല്ല, വേറൊരു സെറ്റപ്പാണ്. നമ്മൾ ഊബറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഡ്രൈവർ നോക്കിയിട്ട് ചിരിക്കാൻ. കാരണം ആക്ച്വലി ചേച്ചിയും ചേട്ടനും ജോബിന് പോയി, വർക്കിന് പോയി. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി ഊബർ പിടിച്ച് പോകുന്നത്. കോമഡി ആയിരുന്നു, നമുക്ക് ഇന്റർനാഷണൽ സിം ഒന്നും ഇല്ല. അപ്പം ചേച്ചിയൊക്കെ ഡയറക്ഷൻ തന്നിട്ടാണ് നമ്മൾ ആക്ച്വലി വണ്ടിയൊക്കെ പിടിച്ചത്. ഓക്കെ, അപ്പൊ ഫൈൻ. അമ്മ ആക്ച്വലി ബാക്കിൽ ഇതേ ഇരിപ്പുണ്ട്. അമ്മ ഒരു ഹായ് പറ. ഹായ് അച്ഛൻ, ഹായ് പറ. യെസ്, അപ്പൊ ഇവരെല്ലാരും ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ ആ മോൾ ഒന്ന് കണ്ടതിന് ശേഷം ഇവിടെ ഒരു ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. എവിടെയാണ് നടക്കുന്നത് എനിക്ക് അറിയത്തില്ല. ചേട്ടൻ അവിടെയാണ്, ഇവിടെയാണ്. ചേട്ടനാണ് നമ്മുടെ ഗൈഡ്. നമുക്ക് ഫുഡ്, അതാണ് നമുക്ക് ഫുഡാണ് മെയിൻ. എന്റെ ഏത് വ്ലോഗ് എടുത്താലും അതിലൊരു ഫുഡ് കാണും കേസ്. യെസ്, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി പോകുന്നത്. അതിന് മുന്നേ ഈ ഒരു മോള് കാണാൻ വിചാരിച്ചു. ഈ ഒരു മോള് കണ്ടു കഴിയുമ്പോഴത്തേക്കും ചേച്ചി ചേട്ടനൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമെന്ന പ്രതീക്ഷയിലാണ്. എന്നിട്ട് നമ്മളെല്ലാവരും കൂടെ പോകും. അപ്പൊ അതാണ് പ്ലാന്. സോ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. മണലാരണ്യൊക്കെ കുറെ വീഡിയോസിൽ കാണിച്ചപ്പോ ഇനി കാണിക്കണം ഇല്ല. എന്നാലും ഞാൻ കുറച്ച് റോഡൊക്കെ കാണിച്ചു തരാം. പിന്നെ എനിക്ക് ചേട്ടനില്ലാത്തോട് പറഞ്ഞു തരാനും അറിയത്തില്ല ഇതൊക്കെ എന്തൊക്കെയാണെന്ന്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആൻഡ് മോൾ എത്തിയതിന് ശേഷം അവിടുത്തെ വിശേഷങ്ങൾ കാണിക്കാൻ. കാരണം ഈ മോള് നമ്മുടെ ഇവിടെ ഇഷ്ടംപോലെ മോളാണ്. മുക്കിന് മോളുകളാണ്. അവിടെ ഒരു സ്റ്റേഡിയം ഉണ്ട് ഗേസ്. അതിപ്പോ എനിക്ക് തിരിക്കാൻ പറ്റത്തില്ല അച്ഛാ. അത് പോയോ? ഇവിടെ കുറേ കാരണം ഫിഫ വേൾഡ് കപ്പ് വന്ന സമയത്ത് കൂടുതലും ആ ഒരു സമയത്ത് ഉണ്ടാക്കിയ കുറേ സ്റ്റേഡിയം ഉണ്ട്. ഇവിടെ ഉള്ള സ്റ്റേഡിയത്തിലൊന്നും കളി നടന്നിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ പറഞ്ഞൊരു അറിവുണ്ട്. എല്ലാം പുതിയ അക്കോമഡേഷൻ, എല്ലാം പുതിയത് വെച്ചു. അതെല്ലാം ആക്ച്വലി കാണിച്ചു തന്നു. പക്ഷെ എന്റെ കയ്യിൽ അങ്ങനെ ഈ സൂമാക്കി കാണിക്കാനോ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാവുന്ന രീതിക്ക് കാണിക്കാനുള്ള എക്യുപ്മെന്റ്സ് ഒന്നും ഇല്ല. അപ്പം അതുകൊണ്ട് ഞാൻ കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവൊന്നുമില്ല. എന്നാലും ഞാൻ വീഡിയോയിലൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഈ മോളിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ മോള് നമ്മുടെ നാട്ടിലുള്ള മോളുകൾ പോലെയോ അല്ലെങ്കിൽ ഖത്തറിലുള്ള ബാക്കി മോളുകൾ ലുലു മോൾ അങ്ങനെയല്ല. കാരണം ഇത് എനിക്ക് ഫ്രാൻസോ അവിടെ എവിടെയോ ഉള്ളൊരു വെന്തോ അങ്ങനെ എന്തോ ആണ് ഈ വെന്തോ മോള്. അപ്പൊ ആ മോള് അതുപോലെ തന്നെ ഇവിടെ അവര് സെറ്റാക്കിയതാണ്. അപ്പൊ ഭയങ്കര ലക്ഷോറിയസ് ആയിട്ടുള്ള ഒരു അടിപൊളി മോളാണ്. സോ അവിടുത്തെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ പൊളിയാണെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. ബാക്കിയൊക്കെ അവിടെ പോയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പം അങ്ങനെയാണ്. അവിടെ എത്തട്ടെ. പിന്നെ ആക്ച്വലി ഇതൊരു പോലീസ് ട്രെയിനിങ്ങിന്റെ ഹെഡ് ക്വാർട്ടേഴ്സോ അങ്ങനെ എന്താണ്ടാണ്. ഈ മതില് കണ്ടില്ലേ നിങ്ങൾ? ഈ മതിലുണ്ടല്ലോ കുറേ കിലോമീറ്റേഴ്സ് ഉണ്ട് ആക്ച്വലി. ഇപ്പൊ വേറൊരു വലിയ മതില് വന്നതങ്ങ് അടഞ്ഞു. അത് പോലീസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും വലിയ ഭയങ്കര നീളത്തിനാണ് കിടക്കുന്നത്. അപ്പം ഈ കേവ് കഴിയുമ്പോഴത്തേക്കും ആ നീളം ഞാൻ കാണിച്ചു തരാം. ഇതേ കണ്ടോ? ഇതാണ് ആക്ച്വലി സംഭവം. ഇതങ്ങ് ദൂരെ വരെ ഉണ്ട്. ഇതിന്റെ നേരത്തെ നമ്മൾ കണ്ടത് 4th ഗേറ്റ് എങ്ങാണ്ടാണ്. ഇത് ആക്ച്വലി അതിന്റെ 3rd ഗേറ്റ് ആണ്. കണ്ടോ? ഇത് നെക്സ്റ്റ് വന്നിട്ട് 4th ഗേറ്റ്. അതെ 4th ഗേറ്റ്. ഇങ്ങനെ അങ്ങ് നീണ്ട് നിവർന്ന് കിടക്കാണ്. കണ്ടോ? കണ്ണെത്താത്ത ദൂരത്ത് അങ്ങനെ കിടക്കുവാണ്. എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഈ 4 ഇത് കണ്ടില്ലേ? ഈ തൂണ് പോലത്തെ ഈ സാധനം, ഈ സാധനം, ഈ സംഭവത്തിനകത്താണ് ഫുഡ് ഫെസ്റ്റിവൽ എന്നാണ് എന്റെ ഒരു ഓർമ്മ. അനുചേട്ടൻ പറഞ്ഞതായിട്ട് നമ്മുടെ ഗൈഡ് കൂടെ ഇല്ല ഗൈസ്. ഇന്നും കൂടെ ഉള്ളു ഫുഡ് ഫെസ്റ്റിവൽ. 5th ഗേറ്റും കഴിഞ്ഞു. ഇപ്പോഴും അത് സാധനം കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് 6th ഗേറ്റ് എത്തി. അങ്ങനെ കുറെ ഗേറ്റുണ്ട്. നല്ല നീളത്തിനുണ്ടെന്ന് അനുചേട്ടൻ പറഞ്ഞു. അപ്പൊ അവിടെയാണ് നമ്മൾ ഫുഡ് ഫെസ്റ്റ് കാണാൻ പോകുന്നത്. ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് ഫുഡ് ഫെസ്റ്റിന്റെ. നമ്മൾ ഇന്നലെ പോകാനാണ് ഇരുന്നത്. പക്ഷെ ഇന്നലെ പിന്നെ നമ്മൾ പ്ലാൻ മാറ്റി. അതെ ഇവിടം വരെയാ ഉള്ളത്. അത് കഴിഞ്ഞതല്ല, തിരിഞ്ഞ് അങ്ങോട്ടാണുള്ളത്. ഇവിടെ മുക്കിന് സ്റ്റേഡിയം. അത് വേറൊരു സ്റ്റേഡിയം. വേണ്ട ഈ ഒരു സ്റ്റേഡിയം കണ്ടോ? പക്ഷെ ഇത് പണ്ടത്തെയാന്ന് തോന്നുച്ചാ. ഇങ്ങനെ ബോക്സ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിട്ട് കൊറേ ബോക്സ് ആയിട്ട് ഫുഡ് ട്രക്ക് ഉണ്ട്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ കഴിക്കാം. എല്ലാം സെറ്റാണ്. പിന്നെ ഈ വെന്തോ മോളിലേക്ക് പോകുന്ന വഴി കൊറേ സിഗ്നൽ ഉണ്ട്. അതുകൊണ്ട് നല്ല ട്രാഫിക്കും ഉണ്ട്. ഇത് ഖത്തർ യൂണിവേഴ്സിറ്റി ആണ്. നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന മരമാണെങ്കിലും അതിന്റെ ഉള്ളിൽ ഇതേ കാണാമല്ലോ അല്ലേ? അത് ഖത്തർ യൂണിവേഴ്സിറ്റി ആണ്.
പിന്നെ ഗൈസ് ഈ പോകുന്ന വണ്ടിയില്ലേ, ഈ വണ്ടി സ്നൂനു, നമ്മുടെ നാട്ടിലെ സ്വിഗ്ഗി ഇല്ലേ, സ്വിഗ്ഗി സൊമാറ്റോ അതുപോലത്തെ സംഭവമാണ് ഈ സ്നൂനു. അതിന്റെ വർക്കിലാണ് ഈ പോണേ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 4 തൂണ് പോലത്തെ സാധനം. ഇവിടെ ആണെന്ന് തോന്നുന്നു നമ്മള് ഫുഡ് ഫെസ്റ്റിന് പോണേ. പിന്നെ ഒരു വളയം പോലത്തെ ഒരു സംഭവം ഇവിടെ കണ്ടില്ലേ, ഈ ഒരു സംഭവം. ഇവിടെ കുറെ പാലങ്ങൾ, അതൊരു പാലമാണ്, അതിന്റെ അകത്തുകൂടെ വണ്ടി പോകും. കുറെ പാലത്തിൽ ഈ ഒരു സംഭവം ഉണ്ട്, ഈ ഒരു വളയം പോലത്തെ. ആക്ച്വലി ഖത്തർ എന്ന് പറയുമ്പോഴേ എല്ലാം എന്താണ് ടൂറിസത്തിന് വേണ്ടിയിട്ട് മെയിൻലി ഫോക്കസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ എല്ലാം ഭയങ്കര ഭംഗിയാണ്. കുറേ ഭംഗിയുള്ള ബിൽഡിങ്സ് ആക്ച്വലി ഇവിടെ ഉണ്ട്. പിന്നെ ഇതും ഒരു യൂണിവേഴ്സിറ്റിയാണത്, ലുസൈൽ യൂണിവേഴ്സിറ്റി. അതാണത്. ഇതാണ് ലുസൈൽ യൂണിവേഴ്സിറ്റി. ഇതാണ് ഞാൻ നേരത്തെ ആ വളയം പോലെ കണ്ട ഒരു സംഭവം. ബ്രിഡ്ജാണ്. അതിന്റെ സൈഡിൽ കൂടെ നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇത് രാത്രി നല്ല ലൈറ്റ് ഒക്കെയാണ്. ഇവിടെയൊക്കെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി ഗൈസ്. എന്താ ലുസൈൽ എന്തോ ഒരു ഹോട്ടൽ, ആ സംഭവം ഹോട്ടലാണ്. എനിക്കാണ് നമ്മൾ എത്താറായെന്ന് തോന്നല്ലേ വെന്തോം. ഫ്രാൻസിന്റെ ഒരു കോപ്പി ലൈക്ക് അതാണ് വെന്തോം എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എനിക്കറിയത്തില്ല, മറന്നുപോയി. ചേട്ടൻ എന്തൊക്കെയോ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. യെസ്, ഇതാണ് വെന്തോം മോൾ. ഇതിന്റെ ഗേറ്റ് നമ്പർ 4 നമ്മൾ ആക്ച്വലി പോകാൻ പോകുന്നത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതൊരു 5 സ്റ്റാർ ഹോട്ടലാണ്, ഈ VX എന്ന് കാണുന്നത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ആൻഡ് ഇത് വെന്തോം മോളിന് അകത്തുള്ള ഒരു ഹോട്ടലാണ്. ഈ വെന്തോം മോളിന്റെ അകത്ത് കണ്ടോ, ലേ റോയൽ മെറിഡന്റെ ഹോട്ടലുണ്ട്. അതിനകത്തൂടെ കണ്ടോ വെള്ളം, ലൈക്ക് അരുവിയല്ലോ, എന്തോ വാട്ടർ റിസോഴ്സ് അതിനകത്ത് ഭംഗിക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഈ മോള് ഭയങ്കര വലിയ മോളാണ്. നേരത്തെ കാണിച്ച പോലെ തന്നെ അങ്ങ് അറ്റത്തുനിന്ന് ഇങ്ങ് അറ്റം വരെ ഉണ്ട്. ഇതിന്റെ പാർക്കിംഗ് സ്പേസ് ആണ് എന്ന് തോന്നുന്നു. ഇതെല്ലാം എൻ്റെ ഒരു തോന്നലാണ് ഗൈസ്. അതെ പാർക്കിംഗ് സ്പേസ് ആണ്. പാർക്കിംഗ് സ്പേസ് ഒക്കെ ഭയങ്കര പൊളിയാണ്. ഇവിടെ അല്ലേ അഞ്ചേട്ടൻ പറഞ്ഞത് പാർക്കിംഗ് സ്പേസിൽ എന്തോ സ്ക്രീൻ എന്തോ ഉണ്ട്, കാണിച്ചു തരും എന്നൊക്കെ. ഇവിടെ അല്ലല്ലേ, എവിടെയോ ഇങ്ങനെ ചേട്ടൻ പറഞ്ഞൊരു ഓർമ്മയുണ്ട്. അതായത് പാർക്കിംഗ് സ്പേസിൽ നമ്മൾ ചെല്ലുമ്പോ ഒരു സ്ക്രീനിൽ നമ്മുടെ കാർ എവിടെയാണ് കിടക്കുന്നതെന്ന് കാണിച്ചു തരും. നമ്മൾ ആക്ച്വലി ഗേറ്റ് 4 ചേച്ചി ഇവിടെ എവിടെയെങ്കിലും വന്ന് നിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചെടികളൊക്കെ കണ്ടോ, ലക്ഷങ്ങൾ വിലയുള്ള ചെടികളാണ്. ഈ ചെടി ഇതിന്റെ ചുറ്റും ഉണ്ട്, കുറെ ഉണ്ട്. കണ്ടോ എന്ത് ഭംഗിയല്ലേ. ഇതിന്റെ ഓപ്പോസിറ്റാ. ഇതെന്ത് ബിൽഡ് ചെയ്യാന്ന് എനിക്ക് അറിയത്തില്ല. നല്ല രസമുണ്ട്. ഇതിന്റെയൊക്കെ കളറാണ് പൊളി. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ആക്ച്വലി മോള്. ദിസ് ഇസ് ടു ബിഗ്. ഞാനിപ്പോൾ കാണിച്ചതിൻ്റെ എൻട്രൻസ് മാത്രമാണ് ഗൈസ്. എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം ഞങ്ങൾക്ക് അറിയത്തില്ല. അവിടെ ഞങ്ങളിങ്ങനെ കറയും കൊണ്ട് നിൽക്കുകയാണ് ഗൈസ്. ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് ഇവിടുത്തെ ലേഡീസ് ടോയ്ലറ്റാണ്. നിങ്ങളിത് കണ്ടാൽ ഞാൻ ഞെട്ടിത്തരിക്കും. ഞാൻ ഞെട്ടിത്തരിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അച്ഛൻ വെളിയിൽ ഇപ്പോട്ട് കാണിച്ചു തരാം. ഇതാണ് എൻട്രൻസ്. ഓക്കെ, വാഷ്റൂമിൻ്റെ എൻട്രൻസ്. അകത്തേക്ക് ഞാൻ കയറുവാണ്. എന്ത് രസമാണെന്ന് നോക്ക്. എൻ്റെ ജസ്റ്റ് ഡോറാണ്, ലിഫ്റ്റ് പോലെ ഈ കാണുന്ന. ചെയ്ത് നോക്കട്ടെ, കൊടുക്കണം. സോ ഗൈസ്, ഇത് വെറും ഒരു വാഷ്റൂമാണേ, ഒരൊറ്റ വാഷ്റൂമാണ്. ഇതേ കണ്ടോ, ഒരു വാഷ്റൂമിനകത്ത് തന്നെ വാഷ് ബേസിൻ, ഫ്ലാസ്, മിറർ എല്ലാം ഉണ്ട് ഗൈസ്. ദേ എൻ്റെ മോനെ, ലക്ഷറി എന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ. ഇനി ഇറങ്ങാം. ഈ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിരിക്കുന്നത് ആരാണ്? ഇതേതാണ് സുന്ദരി.
അപ്പോൾ ഗൈസ് ഡ്യൂട്ടി കഴിഞ്ഞ് ചേച്ചി വന്നു. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചേട്ടൻ വരും. അപ്പം നമ്മളിപ്പോൾ എവിടെയാണ് ചേച്ചി പോണേ? ഇപ്പം മോണോപ്രി പോകണം. അതിന് മുന്നേ ആയിട്ട് ഇവിടെ ഒരു ഫൗണ്ടൻ ഉണ്ട്. മോണോപ്രി അല്ലേ? മോണോപ്രിയിൽ എന്തുവാണ്? അതൊരു സൂപ്പർ മാർക്കറ്റ് ഉത്സവമാണ്. ഓക്കെ, ഇവിടെ നല്ല രസമാണ് ആക്ച്വലി കാണാൻ. ഇത് ഫ്രാൻസിന്റെ അല്ലേ? ഇത് വെൻഡോം എന്ന് പറഞ്ഞൊരു മോളാണ്. ഇവിടെ എന്താണ് ഫ്രാൻസിലുള്ള ഒരു സെയിം സംഭവം അതുപോലെ കോപ്പി അടിച്ചു വെച്ചു. ഭയങ്കര രസമാണ് ആക്ച്വലി കാണാൻ. നിങ്ങൾ കുറെ കണ്ടല്ലോ. അപ്പം നമ്മളിനി മോണോപ്രിയിൽ പോയിട്ട് അത് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഈ മോളിൽ നിന്നും മോളിൻ്റെ അകത്തുള്ളൊരു പൊള്ളി സംഭവമാണ് ഗൈസ്. ഇത് എന്ത് രസമാണ് നോക്ക്. ഓ മാൻ, കൊള്ള അടിപൊളിയല്ലേ. വാവ്. ഗൈസ്, നമുക്ക് വേണമെങ്കിൽ ഈ ബോട്ടിൽ കയറിതേണ്ടി ഇവർ പോകുന്ന പോലെ പോവാം. പക്ഷേ നമുക്ക് പോണ്ട. വേണ്ട, വെറുതെ എന്തിനാണ്? നമുക്കങ്ങനെ ബോട്ടിങ് ഭയങ്കര ക്രൈസ് ഒന്നും ഇല്ല ഗൈസ്. സ്മെല്ലല്ലേ. ഇവിടുത്തെ മിനീസോ ആണ് ഗൈസ്. എന്താ പോലെ ചേച്ചി, മിനീസോ എന്നും ഒരു വികാരമാണ് ഗൈസ്. ചേട്ടനും എത്തി. സോ ചേട്ടൻ ഫസ്റ്റ് ടൈം ഞാൻ ബോബ ടീ ട്രൈ ചെയ്യാൻ പോവാണ്. ചേട്ടൻ ഓർഡർ ചെയ്യുവാണ്. ഗൈസ്, ഇതാണ് ആക്ച്വലി മോണോപ്രി. ഓ, മോണോപ്രി. ഓക്കെ, മോണോപ്രിക്സ് ആണെങ്കിലും നമ്മൾ വായിക്കുന്ന മോണോപ്രി എന്നാണ്. ഹാപ്പി മദേഴ്സ് ഡേ. ഇന്ന് മദേഴ്സ് ഡേ ആണ് ഗൈസ്. ഇവിടെ നമ്മൾ ബബിൾ ടീ ട്രൈ ചെയ്യാൻ പോവാണ്. ബബിൾ ടീ ആദ്യമായിട്ടാണ് ഞാൻ കുടിക്കാൻ പോകുന്നത്. ഇത് സൂപ്പർ മാർക്കറ്റ് ആണല്ലേ ചേച്ചി? ഓക്കെ, ഫുഡ് ഐറ്റംസ് ഒക്കെ തരും. ഓക്കെ ഓക്കെ ഓക്കെ. ഒന്ന് വലിച്ചപ്പോ അകത്ത് യെസ്. അപ്പൊ നമ്മൾ വെന്തോ മോളിൽ നിന്ന് ഇറങ്ങിയിട്ട് ദേ അങ്ങോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. ആ ഫുൾ ലൈറ്റ്സ് കാണുന്നില്ലേ? പിന്നെ ആ 4 തൂണ്. അപ്പൊ ഇതാണ് ആക്ച്വലി ബോളിവുഡ് എന്ന് പറയുന്നത്. ആൻഡ് ലുസൈൽ ബോളിവുഡ്. ആൻഡ് ഈ ഒരു, അതായത് ആ ഒരു ഫുൾ ലൈറ്റ്സ് കാണുന്നില്ലേ, അവിടെ നിന്ന് ആ 4 തൂണിന്റെ അവിടം വരെയാണ് അതിന്റെ ഉള്ളിലുള്ള റോഡിൽ ആ സ്ഥലത്ത് സ്ട്രീറ്റ് ആണ് ആക്ച്വലി ഇത്. അപ്പൊ ഇവിടെയാണ് ആക്ച്വലി നമ്മുടെ ഫുഡ്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഫുഡ് ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിയിട്ട്. അതെ, എല്ലാവരും ഉണ്ട്. ഇവിടെ ഭയങ്കര തണുപ്പാണ്, നല്ല തണുപ്പുണ്ട്. നമ്മൾ ജാക്കറ്റ് ഒന്നും എടുത്തില്ല, മറന്നുപോയി. കുഴപ്പമില്ല. അപ്പൊ എന്തായാലും വേണ്ട, അമ്മയ്ക്ക് വേണോ? സ്വെറ്റർ ഉണ്ട് അതിനകത്ത് വണ്ടിയില്. വേണമെങ്കിൽ എടുത്തോ. എടുത്തു വെച്ചോ. കാറ്റുണ്ട്. എനിക്ക് ഇതിന്റെ കേടായിരുന്നു. ഇവിടെ വാഷ്റൂമിൽ പോകാൻ അത്യാവശ്യം വന്നപ്പോൾ ഞങ്ങള് പെണ്ണുങ്ങളെല്ലാരും കൂടി ഇങ്ങോട്ട് കയറി. ആൻഡ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ട ബിൽഡിങ്സ് ഒക്കെ ആക്ച്വലി ഫിഫ സമയത്ത്, ഫിഫയുടെ ടൈമില്, വേൾഡ് കപ്പിന്റെ ടൈമിൽ ജസ്റ്റ് ആക്കിയതാണ് കേട്ടോ. ഇതിന്റെ അകത്ത് സ്ട്രീറ്റിലൊക്കെ ആയിട്ടാണ് നമ്മുടെ ഫുഡ് ഫെസ്റ്റിവലൊക്കെ നടക്കാൻ പോകുന്നത്. ആൻഡ് ഇത് ആക്ച്വലി ന്യൂയോർക്കിലെ മറ്റേ ടൈംസ് സ്ക്വയറിന്റെ ആ ഒരു സെയിം സംഭവമാണ് അവർ ആക്ച്വലി ഇവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. യെസ്. അപ്പം ഇവിടെ ഭയങ്കര തണുപ്പാണ്. നമ്മൾ കാറിന്ന് ഇറങ്ങിയത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആരും ജാക്കറ്റ് ഒന്നും എടുത്തില്ല, മറന്നുപോയി. അങ്ങനെ. അപ്പൊ എനിവേ അങ്ങോട്ട് പോയിട്ട് ബാക്കി കാണിച്ചു തരാം. നമ്മളിപ്പോ ഇറങ്ങാം. സ്വെറ്ററിട്ടപ്പോ ഒരു സമാധാനമുണ്ട്.
കാണുന്ന ഫുൾ ഡിസ്പ്ലേ ആണ് ഗൈസ്. എവിടെ ഡോൾഫിൻ? തലയെ കാട്ടുന്നുണ്ട്. പഞ്ചാരി പേടിയാണ് ഗൈസ്. ഇറങ്ങി വരാൻ നോക്കിയാണ് അവൻ. അപ്പോഴത്തേക്കും ഇതവൻ ആകാശം നോക്കിയിരിക്കുകയാണ്. റോഡ് വെഹിക്കിൾ കടത്തി വിടില്ല. ഓക്കെ. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ നടന്നു പോയിട്ട് ഇതിന്റെ എല്ലാ സ്ഥലം ഇവിടെ ഒക്കെ കഴിക്കാനൊക്കെ ഉള്ള കുറെ ഷോപ്സും കോഫി ഷോപ്സും ഒക്കെ കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും പിന്നെ കർഷകരായതുകൊണ്ട് നമ്മൾ വെള്ളച്ചാട്ടം കേസ്. ഇത് റംസാൻ ആയതുകൊണ്ടുള്ള ഡെക്കറേഷൻസ് ആണ്. ആൻഡ് ഈ മഗ്ഗില്ലേ ഇതെല്ലാം എന്നാണ് പറയുന്നതാണ് ചേച്ചി പറഞ്ഞത്. അല്ലേ ചേച്ചി? അറബിക് കോഫി സെർവ് ചെയ്യുന്ന പോട്ടാണ്. ഓക്കെ. ദല്ല. നമ്മൾ ഫുഡ് ഫെസ്റ്റിവലിന്റെ അവിടെ എത്തി. ഈ 4 ടവർ നമ്മൾ പുറത്ത് നോക്കുമ്പോ എന്ത് ചെറുത്, അടുത്തോട്ട് വരുമ്പോ എന്തോ ഒരു വലുതാണ്. എന്റെ ദൈവമേ, ഇപ്പൊ മൂക്കിടിച്ച് തറ കിടന്ന്. ഫസ്റ്റ് തന്നെ ബബിൾ ടീ ഉണ്ട്. നമ്മൾ നേരത്തെ കഴിച്ചു ബബിൾ ടീ. ചോക്ലേറ്റ് ആൻഡ് കോഫി. ഇവിടെ ബർഗർ ആയിരിക്കും. കണ്ടില്ലേ, നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം നമ്മളിവിടെ കുറച്ച് നേരം ഇങ്ങനെ വെറുതെ ഇരുന്നു. എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. നമ്മൾ എന്താ കഴിക്കുന്ന അറിയത്തില്ല. നമ്മളിപ്പം കൺഫ്യൂസ്ഡ് ആണ്. ഹോട്ട് ഡോഗ് എന്തോ മേടിക്കാൻ വേണ്ടിട്ട് പോയിട്ടുണ്ട്. നമുക്ക് നോക്കാം. യെസ്. അപ്പൊ ഗൈസ് നമ്മളങ്ങനെ ഫുഡ് മേടിക്കാൻ നിന്നപ്പോഴത്തേക്കുമാണ് നമ്മുടെ ചേച്ചിമാരൊക്കെ വന്നു. സിത്താര ചേച്ചി വന്നു, സൗമ്യ ചേച്ചി വന്നു, പിന്നെ ഷാമിലി ചേച്ചി വന്നു. അങ്ങനെ നമ്മൾ ചുറോസ് മേടിച്ചു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ആ ചുറോസ് ആക്ച്വലി ട്രൈ ചെയ്യുന്നത്. അങ്ങനെ ഭയങ്കര വാവ് ഒന്നും അല്ല, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അത് ഒരു സിറപ്പിൽ മുക്കിയിട്ടാണ് നമ്മൾ കഴിക്കുക. നന്നായിരുന്നു. ചുറോസ് മേടിക്കാൻ പോയ സമയത്ത് ഞാൻ വീഡിയോ എടുക്കുന്നതിട്ട് അവർ പറഞ്ഞു അവർക്ക് ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, അവിടെ വന്ന് വീഡിയോ എടുക്കണം, ട്രൈ ചെയ്ത് നോക്കണം എന്നൊക്കെ ഒരു പ്രൊമോഷൻ കിട്ടിയ കേസ്. എനിക്ക് പോകാൻ പറ്റില്ല. എന്നാലും പുറത്തൊക്കെ പോയിട്ട് അങ്ങനെയൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ അനുചേട്ടൻ്റെ ഫ്രണ്ട്സ് ജോബ് ചേട്ടൻ, രാഹുൽ ചേട്ടനൊക്കെ This is Rahul ചേട്ടൻ. This is ജോബ് ചേട്ടൻ. ഇവിടുന്ന് എന്തോ മേടിക്കുന്നേ? ഓക്കെ. നല്ല ടേസ്റ്റി ആണോ? മുന്നേ കഴിച്ചിട്ടുണ്ട്. ഓക്കെ. അറിയത്തില്ല കേസ്, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും. അപ്പോൾ ഗൈസ് അതിന് ശേഷം നമ്മൾ നേരെ ഒരു ഹോട്ടൽ റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുറേ ഫുഡ് അടിച്ചു. പിന്നെ അവിടെ നല്ല ആംബിയൻസ് ഒക്കെ ആയിരുന്നു. ഇതൊരു ഫേമസ് ഹോട്ടലാണ്, പക്ഷേ ഇതിൻ്റെ പേരും ഞാൻ മറന്നുപോയി ഗൈസ്. പക്ഷേ ഇതിൻ്റെ വീഡിയോ എടുക്കാൻ നേരം എൻ്റെ ഫോൺ ഓഫായി പോയി. പക്ഷേ വീഡിയോ ചേട്ടൻ്റെ കയ്യിലുണ്ട്. ചേട്ടൻ അത് അയച്ചു തരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഏത് ഹോട്ടലാണ്, ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു, ഫുഡിൻ്റെ വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും. സോ ഇത് സംഭാരമാണ് കേട്ടോ.
സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. ബൈ.